ട്രിഗറുകളെയും ഫ്ലാഷിനെയൊക്കെ കുറിച്ചുള്ള ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ സത്യത്തിൽ നിങ്ങൾ കരയിലിരുന്ന് നീന്താൻ പഠിച്ച ഒരവസ്ഥയിലായിരിക്കും ഉള്ളതല്ലേ. ഇതിലേതാണ് ഞാൻ വാങ്ങിക്കേണ്ടത്, എങ്ങനത്തതായിരിക്കും എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക, ഇത് എന്തൊക്കെയാണ്. TTL ഉണ്ട്, TTL HSS ഉണ്ട്, മാനുവൽ ഫ്ലാഷ് ഉണ്ട്, ട്രിഗർ ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, കേബിൾ ഉണ്ട്. ഇതിലേതാണ് ഞാൻ വാങ്ങിക്കേണ്ടത്, ഇതെന്താണ് എനിക്ക് ഉപകാരപ്പെടുക, ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും അല്ലേ. ഒരു കുഴപ്പമില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിന് മറുപടി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഏതൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസ് വാങ്ങിക്കുമ്പോഴും എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ടെക്നോളജി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഡിവൈസ് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ട്രിഗറുകളിലേക്ക് പോവാം. ട്രിഗറുകളിൽ നിങ്ങളിപ്പോൾ വാങ്ങിക്കേണ്ടത് ഒന്ന് ഹൈ സ്പീഡ് സിങ്ക് ഉള്ളതായിരിക്കണം. അതായത് നിങ്ങൾക്ക് വളരെ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതെടുക്കണം. അല്ലെങ്കിൽ ഒരു കരാട്ടെ ഫൈറ്റിൻ്റെ ഒരു നല്ലൊരു മൊമെൻറ്റ് ഷൂട്ട് ചെയ്ത് കൊടുക്കണം, അതെടുക്കാൻ പറ്റണം. അതുപോലെ അങ്ങനെയുള്ള എന്ത് തന്നെയായാലും വളരെ ഫാസ്റ്റ് ആക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റണം. കാരണം നമ്മുടെ മുന്നിൽ നമ്മൾ ഇത്രയും വലിയ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ക്യാമറ, ഫ്ലാഷ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ചലഞ്ച് വന്നു കഴിഞ്ഞാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിഗറിലേക്കാണ് പോകുന്നത്. ക്യാമറ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ക്യാമറ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോകുന്നത് ക്യാമറ ട്രിഗറിലേക്കാണ്. ട്രിഗർ അപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് സിങ്കുള്ള ഓട്ടോമാറ്റിക് ട്രിഗറുകൾ വാങ്ങിക്കണം. രണ്ടാമത്തത് ഇനി നമ്മൾ പോകുന്നത് ഫ്ലാഷിലേക്കാണ്. ഏത് ഫ്ലാഷാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ക്യാനൺ, നിക്കോൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഫ്ലാഷ് അതേ ബ്രാൻഡിൻ്റെയാണ്, ക്യാനൻ്റെ അല്ലെങ്കിൽ നിക്കോണിൻ്റെ ഫ്ലാഷുകളാണ്. ഒരിക്കലും നിക്കോണിൻ്റെ ഫ്ലാഷ് ക്യാനണിലോ ക്യാനൻ്റെ ഫ്ലാഷ് നിക്കോണിലോ മാറി ഉപയോഗിക്കാൻ സാധിക്കില്ല. മാറി ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനകത്ത് ഓട്ടോമാറ്റിക് ഫങ്ഷൻസ് നിങ്ങൾക്ക് കിട്ടില്ല. പലപ്പോഴും അത് മാൽഫങ്ഷൻ ചെയ്തെന്ന് വരും, കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കില്ല, പ്രവർത്തിക്കും, പക്ഷേ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കില്ല. പിന്നെ അതുപോലെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്ലാഷിൻ്റെ കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ഏതാണോ കമ്പനി അതിൻ്റെ തന്നെ വാങ്ങിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻസിൻ്റെയോ വേറെ ഒരു ഇഷ്യൂ ഇല്ല. ഇനി അതല്ല, നിങ്ങൾക്കത് സെയിം ബ്രാൻഡ് ക്യാനൺ, നിക്കണിൻ്റെയൊക്കെ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവാണ്. 35,000 രൂപയൊക്കെയാണ് ക്യാനൻ്റെ ഒരു ഫ്ലാഷിൻ്റെ വില വരുന്നത്. അപ്പോൾ അത്രയും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതേ രീതിയിൽ പെർഫോമൻസ് ഉള്ള മറ്റ് ഫ്ലാഷുകളെ നമുക്ക് അന്വേഷിക്കാം. അതിന് ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗൊഡക്സ് എന്നൊരു കമ്പനിയുടെയാണ്. അപ്പോൾ അവരുടെ ഫ്ലാഷുകൾ അത്യാവശ്യം ഡേ ലൈറ്റ് ബാലൻസ്ഡ് ആണ്. ഡേ ലൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശമായിട്ട് നമുക്കിത് ഒന്നിച്ച് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കളർ ഡിഫറൻസ് വരാത്ത രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് ലൈറ്റാണ് ഈ ഫ്ലാഷുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലാഷുകൾ നിങ്ങൾ ഗൊഡക്സിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു 15,000 മുതൽ 25,000 ഇടയിൽ വില കൊടുത്തിട്ടൊരു ഫ്ലാഷ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള നമ്മുടെ ക്യാമറയുടെ ബ്രാൻഡിൻ്റെ ഏതാണ്, ക്യാനൺ ആയാലും നിക്കോൺ ആയാലും അതേ പെർഫോമൻസ് വരുന്ന ഫ്ലാഷുകൾ നമുക്ക് അതിനേക്കാളും വില കുറഞ്ഞിട്ട് ഗോഡക്സിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഗോഡക്സിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടാവുന്നതിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ഫ്ലാഷ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 4 ഫ്ലാഷുകളാണ്. അതിൽ ആദ്യത്തേത് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഒരു 7,500-8,000 രൂപ വില വരുന്ന ഗോഡക്സിൻ്റെ TT685 എന്നുള്ള ഒരു മോഡൽ ഫ്ലാഷാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 11,000-12,000 രൂപ വില വരുന്ന ഒരു TT860 എന്നുള്ള മറ്റൊരു ഫ്ലാഷ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏകദേശം 15,000-16,000 രൂപ വില വരുന്ന V1 എന്നുള്ള ഒരു ഫ്ലാഷാണ്. നാലാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഫ്ലാഷ് നിങ്ങൾക്ക് ക്യാമറയിൽ മൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് എക്സ്റ്റേണലായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പേരാണ് AD200 Pro. ഇത് കുറച്ച് ഹൈ പവർ ഫ്ലാഷാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ ചെറിയ ഫ്ലാഷ് അല്ല, വളരെ പ്രിസൈസ്ഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫ്ലാഷാണ് AD200 Pro. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങളിപ്പോൾ ഒരു വെഡ്ഡിംഗ് ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 860 എന്നുള്ളൊരു ഫ്ലാഷ് മതിയാവും. അല്ലെങ്കിൽ കുറച്ചുകൂടെ കാശ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് V1 എന്നുള്ള ഫ്ലാഷ് വാങ്ങിക്കാം. അല്ല നിങ്ങളൊരു സിനിമാറ്റിക് വെഡ്ഡിങ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് AD200 Pro എന്നുള്ള ഏകദേശം 25,000-26,000 രൂപ വില വരുന്ന AD200 Pro എന്നുള്ള ആ ഫ്ലാഷ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പക്ഷേ ഇത് ക്യാമറയിൽ മൗണ്ട് ചെയ്യാൻ പറ്റില്ല, പുറത്തേ വയ്ക്കാൻ പറ്റുള്ളൂ.
പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് മാത്രം ഒരു പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രങ്ങൾ വലിയ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 2 ഫ്ലാഷുകൾ മിനിമം വേണ്ടി വരും. ഇനി നമുക്ക് അപ്പോൾ ഫ്ലാഷിൻ്റെത് ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ ക്യാനൺ യൂസർ ആണെങ്കിൽ ക്യാനൻ്റെ തന്നെ ഫ്ലാഷുകൾ വാങ്ങിക്കുന്നതാണ്. ക്യാനൻ്റെ 430 EX2 എന്നുള്ളൊരു മോഡലിൻ്റെ ഏകദേശം 20,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതേപോലെ RT600 എന്നൊരു മറ്റൊരു ഫ്ലാഷ് ഉണ്ട്, അതിന് ഏകദേശം 35,000 രൂപയുടെ മുകളിലാണ് അതിന് വില വരുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ അത് തന്നെ വാങ്ങിക്കുക. നിങ്ങളുടെ നിക്കോൺ ആണെങ്കിലും ഇതേ റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് വരുന്നത്, കോസ്റ്റ്ലിയാണ് ബ്രാൻഡഡ് ഐറ്റംസ്. അപ്പോൾ ഗോഡെക്സ് എന്നുള്ളത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിൽ ഒരു 70% ആൾക്കാരും ഉപയോഗിക്കുന്നത് ഗോഡെക്സ് എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് TT685 എന്നുള്ള ഒരു മോഡൽ വാങ്ങിക്കാം. പിന്നെ ഗോഡെക്സ് ഫ്ലാഷിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫ്ലാഷുകളുടെയും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ വയർലെസ് ട്രിഗറുകൾ അതിനകത്ത് ബിൽട്ടിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണലി ഒരു റിസീവറോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊരു ഡിവൈസ് വാങ്ങിക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ ഹോട്ട് ഷൂവിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വയർലെസ് ട്രിഗർ നമ്മൾ വാങ്ങിക്കണം. അത് നമുക്കൊരു എക്സ്ട്രാ ചിലവ് വരുന്നതാണ്. 2,500 രൂപയും 5,000 രൂപയും 2 ഓപ്ഷനാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്യാനുള്ള 2 ട്രിഗറുകൾ. ഇതിൽ ആദ്യത്തേത് X1T എന്ന ഒരു ട്രിഗറും രണ്ടാമത്തത് X2 എന്ന ഒരു ട്രിഗറുമാണ്. ഇത് രണ്ടും ഹൈ സ്പീഡ് സിങ്കുള്ള ഫുള്ളി TTL ആയിട്ടുള്ള ട്രിഗറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗോഡെക്സ്, അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു റീസണബിൾ കോസ്റ്റിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ X1T എന്ന ഒരു ട്രിഗറും TT685 എന്നുള്ള ഒരു 2 ഫ്ലാഷ് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറിന് ഞാൻ ഒരിക്കലും ഈ ഒരു യൂണിറ്റ് സജസ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് നല്ലത് TT860 എന്നുള്ള ഒരു ഫ്ലാഷും അതേപോലെ X2 എന്നുള്ള ട്രിഗറുമാണ്. X2 ട്രിഗറിന് ഏകദേശം എനിക്ക് തോന്നുന്നു 5,000 രൂപ വില വരും. അതേപോലെ 860 ഫ്ലാഷിന് 11,000 രൂപയായിരിക്കും, മിക്കവാറും 11-12,000 രൂപയായിരിക്കും ഒരെണ്ണത്തിൻ്റെ വില. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 30,000 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഫ്ലാഷും ഒരു ട്രിഗറും കയ്യിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്ലാഷ് മാത്രം വാങ്ങിച്ചാൽ പോരാ, അതിന് റീചാർജബിൾ ബാറ്ററിയും അതിൻ്റെ ചാർജറും കൂടി വാങ്ങിക്കണം. ഇന്ന് ഉള്ളതിൽ എനിലോ എന്നുള്ള ഒരു ബ്രാൻഡാണ് നല്ലൊരു റീചാർജബിൾ ബാറ്ററി ആയിട്ട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ എനർജൈസറിൻ്റെ ഗ്രീൻ വളരെ നല്ല ബാറ്ററിയാണ്. ഈ ബാറ്ററി വാങ്ങുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ MAH വാല്യൂ ആണ്. mAh എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരു വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു 250-300 രൂപ ബാറ്ററിക്ക് വിലയുള്ള റീചാർജബിൾ ബാറ്ററികൾ മിക്കവാറും അതൊരു 2000 mAh ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇത് നിങ്ങളുടെ ഫ്ലാഷിൽ ഒരു 300 മുതൽ 350 ഫയറിങ്ങിൻ്റെ ഇടയിൽ ചാർജ് തീർന്നു പോകും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 3000 mAh കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക. അതിൻ്റെ മുകളിലോട്ടുള്ള mAh വാല്യൂ ഉള്ള ബാറ്ററികൾ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇതിന് മിക്കവാറും എനിലോപ്പിനൊക്കെ ആണെങ്കിൽ ഒരു 500-600 രൂപയായിരിക്കും ഒരു ബാറ്ററിക്ക് വില വരിക. പക്ഷേ അത് നമുക്ക് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ ചാർജറിന്, ഫാസ്റ്റ് ചാർജറിന് 2,000 രൂപയോളം വില വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഒരു വർത്താണ്, എത്ര കാലത്തേക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സിമ്പിളി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആര് തന്നെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്താലും നിങ്ങളുടേതായ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുക. അതുപോലെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റ് കമ്പനികളുടെ, മറ്റ് ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകളെക്കുറിച്ചും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടാകാനും സഹായിക്കും. അതുപോലെ നിങ്ങളുടെ തീരുമാനം വളരെ പെർഫെക്റ്റ് ആകാനും സഹായിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഫ്ലാഷ് എന്നുള്ള ഈ സെഷൻ്റെ ഒരു സെമി ഫൈനൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് 3 ഫ്ലാഷുകൾ, ഒരു നോർമൽ സ്റ്റേജിൽ വാങ്ങിക്കാൻ പറ്റുന്ന 3 ഫ്ലാഷുകളും 2 ട്രിഗറുകളാണ്. നിങ്ങൾക്ക് സാധിക്കുമെന്നല്ല അതിനെക്കുറിച്ച് നന്നായി പഠിക്കുക. എന്നിട്ട് ആ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഫ്ലാഷ് നിങ്ങൾ മാനുവൽ ഫ്ലാഷ് വാങ്ങിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒട്ടനവധി
ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ സംശയങ്ങൾ എനിക്ക് വരാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാനുവൽ ഫ്ലാഷ് വാങ്ങിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈമായിട്ട് മാത്രമേ മാറുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ കുറേ എണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 മാനുവൽ ഫ്ലാഷുകൾ കയ്യിൽ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ 1000, 1500, 2000, 2500 രൂപയ്ക്ക് കിട്ടുന്ന മാനുവൽ ഫ്ലാഷുകൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസിനോട് നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്ന രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കും ഈ ഫ്ലാഷുകൾ എന്നതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് പറ്റുന്ന പരമാവധി നിങ്ങൾ HSS ഉള്ള ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ തന്നെ വാങ്ങിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ചലഞ്ചും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും, ഏത് സിറ്റുവേഷനെയും നേരിടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഫ്ലാഷുകൾ ഹൈ സ്പീഡ് സിങ്ക് ഉള്ളത് തന്നെ വാങ്ങിക്കുക. അതിൻ്റെ കൂടെ ഒരു ട്രിഗർ നിർബന്ധമായിട്ടും വാങ്ങിച്ച് വെച്ചേക്കുക. ഇത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസിനെ ഒരുപാട് പോളിഷ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെഷനിലേക്ക് നീങ്ങാം.